നല്ല ചൂടുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാനും അതുപോലെ നമ്മളെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പാനീയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പാനീയം തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നാരങ്ങ, ഇഞ്ചി, മുളക്, കസ്കസ്, വെള്ളം, പഞ്ചസാര എന്നിവയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു സ്പൂൺ കസ്കസ് കുതിർത്തിയെടുക്കണം. അതിനായിട്ട് ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താനായിട്ട് വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും നമ്മുടെ വയറ് ശാന്തമാക്കാനും സബ്ജ വിത്തുകൾ അഥവാ കസ്കസ് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് പകുതി ഭാഗം നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശരീരം ഹൈഡ്രേറ്റഡ് ആയി നിർത്താനും നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞതിന് ശേഷം ചതച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് ചതച്ചിട്ടുള്ളത്. ഓക്കാനം കുറയ്ക്കാനും മോർണിംഗ് സിക്നസ് കുറയ്ക്കാനും ഒക്കെ ഇഞ്ചി നല്ലതാണ്. ശക്തിയേറിയ ഔഷധ ഗുണങ്ങൾ ഇഞ്ചിക്കുണ്ട്. ഇഞ്ചി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുതിർത്തിയെടുത്ത ഒരു സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് നടുവേ കീറിയ ശേഷം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ എരിവ് കലർന്ന രുചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത ഒരു മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. അതുപോലെ പച്ചമുളകിൽ വൈറ്റമിൻ സി ഉണ്ട്. ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. ഇനി ഇതിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സമ്മർ ഡ്രിങ്ക് ഇവിടെ തയ്യാറാണ്. ഇതിന് കുടിക്കാം. വളരെ കൂളും അതുപോലെ റിഫ്രഷിംഗുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഈ വേനൽക്കാലത്ത് ഇത് കുടിക്കുന്നത് വഴി നല്ല ഒരു ആശ്വാസം തന്നെ നമുക്ക് കിട്ടും. ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരം നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. ഇതിനകത്ത് നമ്മൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.